Hello guys, once again welcome back to another video of Artisana. So ഇന്നൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഫ്ലവർ മേക്കിംഗ് വീഡിയോൻ്റെ പോലെയല്ല, ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ്. അതായത് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ വെക്കില്ലേ, ഫ്രോക്കിലൊക്കെ, അങ്ങനത്തെ 2 ടൈപ്പ് ഫ്ലവറാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈലറിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതേപോലെ ഒരു ത്രെഡ് വേണം, പിന്നെ ഒരു നീഡിൽ വേണം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നീളത്തിലുള്ളൊരു പീസാണ്. അപ്പോൾ ഇതൊരു 3 ഇഞ്ച് ഉണ്ട് ഏകദേശം ഇതിൻ്റെ വീതി കിട്ടും. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എത്രയാണോ ഫ്ലവറിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് മേലാണ് അത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ 2 പീസും കൂടെ ആവശ്യമുണ്ട്. നമുക്ക് ഈ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് കാർഡ്ബോർഡ് ഇങ്ങനെ കാണില്ല പുറത്തേക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുണിക്ക് ഇങ്ങനെ കരഭാഗം ഉണ്ടായതിനാൽ നമുക്കിത് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നോർമലി ഇങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് മടക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത് ഏകദേശം ഒരു 3 ലെയറിനൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്ത് പിന്നെ 2 ലെയറും കൂടെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഇതേപോലെ കരയില്ലാത്ത ടൈപ്പ് തുണിയാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് 2ഉം കൂടെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3-4 ലെയർ വന്നിട്ടുണ്ട്. ഞാനത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്താണ്, കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം അതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഒരുപാട് നിറവായിട്ട്. ഇതിനുള്ളിൽ വേണമെങ്കിൽ ഷോ ബട്ടൺസോ അല്ലെങ്കിൽ പേൾസോ വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് നോക്കാം. അതേപോലത്തെ ഒരു സാറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ റൗണ്ട് പീസുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കുക, നമുക്ക് റൗണ്ടിലുള്ളൊരു പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു പെന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പീസിൻ്റെ ഇതിന് ഉൾവശവും പുറം വശവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ മെഷീനിലല്ല, കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ, ഞാൻ കാണിക്കുന്ന ഭാഗം ഇതാണ്, പുറം ഭാഗം. പിന്നെ ഈ ഉൾഭാഗത്ത് ഇതേപോലെ സെൻറ്ററിൽ വിരൽ വെച്ചതിന് ശേഷം ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വലിഞ്ഞ് വരും, ഇങ്ങനെ നിറവുകളായിട്ട് വരും. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചൊരു നൂലൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നെങ്കിലും ഷോ ബട്ടണോ അല്ലെങ്കിൽ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കണം. അപ്പോഴേ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് കാണാതിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നോർമലായിട്ടുള്ളൊരു ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിലുള്ള 2 ഫ്ലവേഴ്സാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് തന്നെ ഫ്രോക്കിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിതിന് മുന്നേ ഷോ ബട്ടൺ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാൻ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.